ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതുപോലുള്ളൊരു വീഡിയോ ഞാൻ സാധാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യണം എന്ന ആഗ്രഹമാണ് എനിക്കുള്ളത്. പക്ഷേ ഇടയ്ക്ക് നമുക്കൊരു റിലാക്സേഷൻ വേണം. എല്ലാ സ്ട്രെസ്സിൽ നിന്നും ഒരു 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 മോചനം അല്ലേ വേണ്ടേ? അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു നിലമ്പൂർ യാത്ര ട്രെയിനിൽ നടത്തിയതാണ്, പാലക്കാട് നിലമ്പൂരിലേക്ക്. അങ്ങനെ വന്നിപ്പോൾ ഞങ്ങൾ ആഡിൻപാറ വെള്ളച്ചാട്ടത്തിലാണ്. ഇവിടെ നീരൊഴുക്ക് വളരെ കുറവാണ്. ആഡിൻപാറ വെള്ളച്ചാട്ടം അതായത് ഭയങ്കര ഹൈപ്പാണ്. ഇത് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പിന്നെ സിനിമ ഷൂട്ടിങ്ങൾ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ, ആഡിൻപാറ വെള്ളച്ചാട്ടം. ഇത് ചാലിയാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരുപാട് സിനിമകളിൽ ഈ പറയുന്ന ഈ ഒരു ലൊക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം പക്ഷെ വളരെ ഡേഞ്ചറസാണ് ഈ വെള്ളച്ചാട്ടം. കാരണം ഇതാ കണ്ടോ, ഇതാ ഇവിടെ ഇറങ്ങാനൊക്കെ എല്ലാവർക്കും തോന്നും. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ അനുവാദമുണ്ട്. പക്ഷേ അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വം വളരെ പ്രശ്നമാണ്. ഒരുപാട് മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ നമുക്ക് കേരളത്തിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, പുഴകൾ, 44 നദികളുണ്ട്, ഗംഭീരമായ ഡാമുകളുണ്ട്. വെള്ളം എന്ന് പറയുന്നത് മനോഹരമായൊരു അപ്പോൾ നോക്കൂ എന്ത് രസമാണ് ആ ഒഴുക്ക് കാണാൻ. നോക്കൂ, ഇതാ ഈ പതഞ്ഞ് നുരഞ്ഞ് വരുന്ന അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരാൻ എല്ലാവർക്കും ഒരാഗ്രഹവും ഇല്ലേ? ഇത് ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുസി ഇതിങ്ങനെ വന്ന് ഇവിടെ ചാടി പിന്നെ ഇത് അങ്ങനെ പോയിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതെങ്ങനെ കയറിയിട്ട് വരാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഒരിക്കലും നമുക്ക് പരിചയമില്ലാത്ത ഒരു വെള്ളച്ചാട്ടത്തിലും ഒരു പുഴയിലും ഒരു വെള്ളത്തിൻ്റെ ഒരു സ്ഥലത്തും നമ്മൾ ഇറങ്ങരുത്. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കണ്ട, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു അനുഭവം നേരിട്ട് ഞാൻ തന്നെ അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ബീവെയർ ഓഫ് വാട്ടർഫാൾസ്. ഓക്കെ, താങ്ക് യു.